മാതാ പിതാ ഗുരു ദൈവം. സ്വാമി വിവേകാനന്ദനോട് ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു, അമ്മയും അച്ഛനും ചേർന്നാണല്ലോ കുട്ടികൾക്ക് ജന്മം നൽകി വളർത്തുന്നത്, പിന്നെ അമ്മയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? സ്വാമി നോക്കിയപ്പോൾ മുറ്റത്തിനടുത്തായി ഏതാണ്ട് 2 കിലോ തൂക്കം വരുന്ന ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. സ്വാമി ശിഷ്യനോട് പറഞ്ഞു, ഈ കല്ല് നിന്റെ മടിയിൽ കെട്ടുക, എന്നിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക, ഞാൻ നിന്റെ സംശയം തീർത്തു തരാം. 4 മണിക്കൂർ കഴിഞ്ഞ് വന്ന ശിഷ്യൻ പറഞ്ഞു, സ്വാമി, ഇതിൻ്റെ ഭാരം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഞാനിത് അഴിച്ചു വയ്ക്കട്ടെ? അപ്പോൾ സ്വാമി പറഞ്ഞു, ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ കല്ലിൻ്റെ ഭാരം താങ്ങാൻ നിനക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരമ്മ ഏതാണ്ട് 10 മാസം ഒരു കുട്ടിയെ തന്നോടൊപ്പം ചുമക്കുന്നു. അതിലവർക്ക് യാതൊരു പരാതിയുമില്ല. അതാണ് ഒരമ്മയുടെ മഹത്വം. ശിഷ്യന് സത്യം മനസ്സിലായി, സംശയം മാറുകയും ചെയ്തു. പിതാവാണെങ്കിൽ ഒരു കുടുംബം മുഴുവൻ സംരക്ഷിക്കുന്നവനാണ്. മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി അവൻ്റെ വളർച്ചയിൽ താങ്ങും തണലുമായി നിൽക്കുന്നു. ഈ പിതാവിനോട് പുത്രന് വളരെയേറെ കടപ്പാടുകളുണ്ട്. പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം അഥവാ മോചനം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് പുത്രൻ എന്ന നാമം. പിതാവിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവൻ ഉത്തമപുത്രനാണ്. പിതാവ് പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്നവൻ മധ്യമനാകുന്നു. പിതാവ് പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ചെയ്യാത്തവൻ അധമനായ പുത്രനാണ്. മൃതിയടഞ്ഞ പിതാവിന് വേണ്ടി പുത്രൻ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരു വിദ്യ ദാനം ചെയ്യുന്നവനാണ്. ഗുരു ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ പറയുന്നത്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. കള്ളന്മാർ കൊണ്ടുപോകാത്ത, കൊടുക്കുന്തോറും വർദ്ധിക്കുന്ന, മരിച്ചാലും നമുക്ക് കീർത്തിയെ തരുന്ന മഹാധനമാണ് വിദ്യ. നിമിഷങ്ങൾക്ക് വില കൽപ്പിക്കാത്തവന് വിദ്യ നേടാനാകില്ല. ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായി കാണുകയും മന്ത്രങ്ങൾ വെറും അക്ഷരങ്ങൾ മാത്രമായി തള്ളുകയും ദേവബിംബത്തെ വെറും ശിലയായി പുച്ഛിക്കുകയും ചെയ്യുന്നവൻ നരകം പ്രാപിക്കും എന്ന് ശങ്കരാചാര്യർ തൻ്റെ ശാരദാ തിലകം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പുൽക്കൊടി പോലും ഭഗവാന്റെ അറിവോടെയല്ലാതെ ചലിക്കുന്നില്ല. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാലങ്ങളിലുള്ള ബ്രഹ്മാണ്ടത്തിൻ്റെ ഗതിവിഗതികൾ സ്പഷ്ടമായി അറിയുന്ന ഭഗവാനെ എപ്പോഴും സ്മരിക്കുക, ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തുക. ഇത് ഭഗവത്ഗീതയിലെ വചനമാണ്. നമസ്കാരം.